കുറേ ദിവസമായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു യാത്രയാണ്, ആലുവക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ സ്കൂളിൽ കയറാനുണ്ടായിരുന്നു. സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഇതൊക്കെയാണ്. അപ്പോൾ ഉണ്ണി ഇനിയിപ്പോൾ 10th-ലേക്കാണ്. അപ്പോൾ നേരത്തെ ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോൾ 9th എക്സാം നേരത്തെ തുടങ്ങും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ സ്കൂളിൽ കയറിയിട്ട് പിന്നെ ആ വഴി തന്നെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി പിന്നെ കുറേ സമയം പിടിക്കും റെഡിയായി പോകാൻ. അപ്പോൾ രാവിലെ 9:45 സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇനിയിപ്പോൾ ആലുവക്ക് പോകണം കേട്ടോ. അപ്പോൾ ആലുവയിൽ ഞാൻ ഒരു കുക്കർ വാങ്ങിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഹോക്കിൻസിൻ്റെ ഒരു ഷോറൂം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 12:30 ആവും അവിടെ ഷോപ്പ് തുറക്കുമ്പോൾ. അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പിൽ റെഡിമെയ്ഡൊക്കെ അത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഇതൊന്നും അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ നോക്കിയപ്പോൾ അവിടെ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളതേ ഇവിടെ ഹോക്കിൻസിൻ്റെ ഷോറൂമിൽ വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കുക്കറൊക്കെ സാധാരണ വാങ്ങിക്കാറ്. എനിക്കിഷ്ടം ഹോക്കിൻസിൻ്റെ ആയിട്ട് കൂടുതലിഷ്ടം. അത് പിന്നെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പിന്നെ നമുക്ക് സർവീസിങ്ങിനൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് പാത്രങ്ങളും ഇതൊക്കെ ഹോക്കിൻസിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല പാത്രങ്ങൾ, ചെറിയ ചെറിയ കടായികൾ, നമുക്ക് ഇഞ്ചക്ഷനിൽ വയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് അല്ലാത്ത സൈസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, നല്ല കട്ടിയുള്ള നല്ല പാത്രങ്ങളും ഇതെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ചെറിയ കുക്കർ കംപ്ലൈൻ്റ് ആയി. പിന്നെ അത് അടിയൊക്കെ കത്ത് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പുതിയത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്കിഷ്ടം കളറിൻ്റെ കോട്ടിങ്ങൊക്കെ ഉള്ള കുക്കറാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറുത് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളവിടെ വന്ന ഹോക്കിൻസിൻ്റെ ഷോറൂമിൽ വന്നിട്ടുണ്ട്. അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അവിടുത്തെ ആളാണെങ്കിൽ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്തതിന് ശേഷം അടുത്ത കസ്റ്റമറെ നോക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ പാത്രങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി അവിടെ ഇരുന്ന് പിന്നെ അങ്ങനെ ബോറടിച്ച് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആളുടെ അടുത്ത് പറഞ്ഞു, ആൾ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വില പറയും. പിന്നെ ആൾ മറ്റേ കസ്റ്റമറുടെ അടുത്ത് എന്നിങ്ങനെ പറഞ്ഞിരിക്കും. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പം അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്നാൽ തൊട്ടടുത്ത കടയിലൊന്ന് പോയി ഇട്ട് വരാം, നിങ്ങൾക്ക് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ ഓഫറൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഹോക്കിൻസിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കളിക്കണ പാത്രങ്ങൾ പോലെയുള്ളത് ഇതൊക്കെ. അപ്പോൾ അതേ ഞങ്ങളിവിടെ ഹോക്കിൻസിൻ്റെ ഇതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ റേറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ 2300 അവരവിടെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഓരോന്നിൻ്റെ റേറ്റും ഇതൊക്കെ നോക്കിയിട്ട് ഏകദേശം റേറ്റൊക്കെ നോക്കി. അപ്പോൾ അവിടെ ആലുവയിലാണെങ്കിൽ വേറെയും കുറേ കടകളൊക്കെ ഉണ്ട്. ആലുവയിലാണ് നമ്മൾ എളുപ്പത്തിന് പാത്രം വാങ്ങിക്കാനൊക്കെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ തൊട്ട് ഈ കടയിൽ നിന്ന് നമ്മൾ സാധാരണ മുൻപ് മുതൽ എന്തെങ്കിലും പ്രസൻറ്റേഷൻ ഐറ്റംസൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഹൗസ് വാമിങ്ങിനൊക്കെ വാങ്ങിക്കണേ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കി കുക്കറിൻ്റെ വില ചോദിച്ചപ്പോൾ എന്താടാ അവിടെ പറഞ്ഞതിലും ആ ഷോറൂമിൽ പറഞ്ഞതിൻ്റെയിലും 100 രൂപ കുറച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടി കുറച്ച് തരാം എടുക്കുകയാണെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള കളറിൻ്റെ റെഡ് കളറാണ് ഞാൻ ഉദ്ദേശിച്ച ആ കളർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതേ അമ്മൂന് അതേ ലഞ്ച് ബോക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മൂന് ഈ ഫൈബർ കോട്ടിങ് ഇതൊക്കെ ഉള്ള ലഞ്ച് ബോക്സ് ഉണ്ട്. പക്ഷേ അമ്മൂന് അത് അത്ര താല്പര്യമില്ല. അപ്പോൾ അമ്മൂന് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ കറിയൊക്കെ ഒഴിച്ച് വയ്ക്കണ ഒരു ബക്കറ്റ് പോലെയുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദാബയിലൊക്കെ കറി ഒഴിച്ച് വയ്ക്കണ സൈസ് പാത്രം ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ചെറിയ സൈസ് കിട്ടിയപ്പോൾ അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതും ഇങ്ങനെ വാങ്ങിച്ചിട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുക്കർ വാങ്ങിച്ചു. പിന്നെ ഇതാണ് കേട്ടോ കറിയൊക്കെ വിളമ്പി വയ്ക്കണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കല്യാണ വീട്ടിലൊക്കെ ഇറച്ചിക്കറിയൊക്കെ വിളമ്പി ഇങ്ങനെ കൊണ്ടെടുക്കൂലേ എന്നതുപോലുള്ള ഇതിന് 150 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അതും അമ്മൂന് ലഞ്ച് ബോക്സും പിന്നെ കുക്കറും ഒക്കെ വാങ്ങിച്ചത്. പിന്നെ ഒരു ബൗൾ വാങ്ങിച്ചിട്ടാ കറിയൊക്കെ വിളമ്പണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ട്, ചോറ് കഴിക്കണ സമയമൊക്കെ ആയി. പക്ഷേ വീട്ടിൽ ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ചെന്ന് പിന്നെ ഉള്ള രസം. അപ്പോൾ അമ്മൂനെയും കൊണ്ട് ഇന്ന് പുറത്ത് പോയ കാരണം പിന്നെ ഉണ്ണിയാണെങ്കിൽ വൈകിട്ട് പറയൽ തുടങ്ങിയിട്ട് അവനെയും കൊണ്ട് ഇന്ന് പുറത്ത് പോകണമെന്നും പറഞ്ഞു. അപ്പോൾ വൈകിട്ട് ഉണ്ണീനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ
പിന്നെ ഉണ്ണീനെയും കൊണ്ട് ഞങ്ങൾ ദേ ഇവിടെ വന്നേക്കേണ്ട. അപ്പോൾ ഇവിടെ മുൻപൊരു ദിവസം അമ്മൂനെയും കൊണ്ട് വന്ന് അമ്മൂന് ഇവിടുന്ന് ഷെയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത കാരണം അപ്പോൾ ഉണ്ണി അത് കണ്ടിട്ട് ഫോണിൽ ഞങ്ങൾ വീഡിയോ ഒക്കെ പിടിച്ചേക്കണം. അപ്പോൾ അവനും ഇവിടെ വന്നോന്നും പറഞ്ഞ് ഇപ്പോൾ അതേ അവനും അവിടെ വന്ന് ഞാൻ ഷെയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്കേട്ട ബൂസ്റ്റ് കുലുക്കി വാങ്ങിച്ചു. അപ്പോൾ അതവിടെ ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും വേണമെന്നുണ്ടായില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ വൈകിട്ട് ഇപ്പോൾ ആളുകൾ ഇനി ഇങ്ങനെ വന്ന് കൂടും കേട്ടോ. ഇപ്പോൾ ഒരു 5 മണി 5:30 ഒരു സമയമൊക്കെയാണ്. ഇപ്പോൾ സന്ധ്യ ആകുന്നതോടുകൂടി നല്ല ആളുകളായിരിക്കും അവിടെ. നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വില്ല ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിന് ഉള്ളിലായിട്ടാണ് കേട്ടോ വില്ല വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കണം എന്തായാലും അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണിച്ചു തരാമെന്നൊക്കെ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഇതൊക്കെ കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ വില്ലയുടെ അടുത്ത് തന്നെയുള്ള മനോഹരമായ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിലെയാണ് ഇപ്പോൾ സീപോർട്ട് റോഡ് വന്ന് മുട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക്. പുതിയ വില്ലയൊക്കെ ഇപ്പോൾ പണിതിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് 1/2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ നിർത്തി ഇവിടെ ചിലപ്പോൾ ഈ വായിമാരൊക്കെ മീൻ പിടിക്കുകയും ഇതൊക്കെ കാണാം. പിള്ളേരൊക്കെ ആണെങ്കിലും മീൻ പിടിക്കുകയും ഇതൊക്കെ ചെയ്യും കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിത് കുറച്ച് എൻ്റെ ഫോണിൽ ഇങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ പണി നടക്കുന്ന ആ ഒരു സമയത്തുള്ള വീഡിയോ ഇതിൽ കിട്ടുന്നായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും ആ വീഡിയോസ് ഇനിയിപ്പോൾ എൻ്റെ ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് നിറയും, ഡിലീറ്റ് ചെയ്തേരും. ഇപ്പോൾ ഞാൻ എന്തായാലും എന്നാൽ യൂട്യൂബിലിടാൻ കരുതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ 3 ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ. ഇതിന് മുൻപ് ഞങ്ങൾ 4 ബെഡ്റൂമിൻ്റെ ഒരു വീടായിരുന്നു പണിതത്. അപ്പോൾ ഇത് 3 ബെഡ്റൂമുള്ളൂ. താഴെ 1 ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മേളിൽ 2 ബെഡ്റൂമുണ്ട്. പിന്നെ യൂട്ടിലിറ്റി ഏരിയ ഇത് വാർത്തെടുത്ത ഒരു റൂം പോലെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാം, ആ രീതിയിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അകത്തുള്ള പണിയൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇപ്പോൾ അതേ മുറ്റത്ത് കടപ്പ വിരിക്കുന്നതാണ്. അപ്പോൾ അതേ ഇവിടെ ലൈറ്റിൻ്റെ വർക്കൊക്കെ അതും സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ ഇപ്പോൾ ഇന്ന് ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ആയ ഒരു ഫോട്ടോയാണ് ഇത്. അപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ഞാൻ ഇന്ന് രാവിലെയൊക്കെ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുകയും ഇതൊക്കെ ചെയ്തു. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ പാടത്തിൻ്റെ തൊട്ടരികാണ്. പക്ഷേ ഇത് കരഭൂമിയാണ് കേട്ടോ. ഈ വീട് ഇരിക്കുന്നത് കരഭൂമിയാണ്. പിന്നെ ഈ നീളമുള്ള ഇങ്ങനെ ഈ ഇറയത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. നല്ല കാറ്റും ഇതൊക്കെ വരും. പാടത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാം. പിന്നെ അതേ അകത്തേക്ക് കയറുമ്പോൾ ഇത് വിസിറ്റിംഗ് റൂമാണ് കേട്ടോ. അപ്പോൾ വിസിറ്റിംഗ് റൂം സീലിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ജനലൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് കവർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ജനൽ ഇങ്ങനെ ഹോളിലും വിസിറ്റിംഗ് റൂമിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാനലൊക്കെ ചെയ്തിട്ടുണ്ട് ജനലൊക്കെ. അപ്പോൾ ഇത് TV പാനലാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ് ഇനി നമുക്കിപ്പോൾ വിസിറ്റ് റൂമിലേക്ക് കിടക്കേണ്ട. അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഡൈനിങ് ഹോൾ വരുന്നത്, പിന്നെ ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് പണിത് ഇതും ഓപ്പൺ കിച്ചൺ തന്നെയായിരുന്നു. ഇപ്പോൾ ദേ ഇവിടെ വാഷ് ബേസ് വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസിൻ്റെ ഇവിടെ സൈഡിലൂടെയുള്ള ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് കേട്ടോ. അപ്പോൾ താഴത്ത് 1 ബെഡ്റൂം ഉള്ളവരിന് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 ഡോറ് വരുന്ന വാർഡ്രോബ് ഉണ്ട്. 3 ഡോറ് കൊടുത്തിട്ടുള്ള മേക്കപ്പ് ടേബിൾ ഉണ്ട്. പിന്നെ ബാത്റൂം കാണിച്ചു തരാം. ഇവിടെ മൊത്തം സീലിംഗ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ സിംഗിൾ ജനലാണ് വന്നിരിക്കുന്നത്. പിന്നെ ദാ ഇവിടെ ബാത്റൂം ഇത് മൊത്തം ബാത്റൂമിൽ സെറയുടെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടാവും വച്ചേക്കണത്. പിന്നെ എല്ലാം സെറയുടെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതേ ഇങ്ങനെ കിടക്കുമ്പോൾ വാഷ് ബേസൊക്കെ ആണെങ്കിലും സെറയുടെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇവിടെ ഈ ഹാങ്ങിങ് ലൈറ്റൊക്കെ നേരിട്ട് കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ അതേ മൾട്ടിവുഡും കൊണ്ടാണ്, നമ്മൾ കൂടിയ സൈസ് മൾട്ടിവുഡാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചേക്കണത്. ഈ മൾട്ടിവുഡ് എന്ന് വെച്ചാൽ ഒരുപാട് റേറ്റ് പല റേറ്റിൻ്റെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ അടുപ്പിൻ്റെ ഈ തറയാണെങ്കിലും എല്ലാം നമ്മൾ കൂടിയ ഒരു ഗ്രാനൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേ ഇവിടുത്തെ കിണർ ബാക്ക് വശത്ത് ഇനി നമ്മളിപ്പോൾ വർക്ക് ഏരിയയ്ക്കുള്ള ഒരു സ്പേസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കിണർ നമ്മൾ പകുതി ഇങ്ങനെ മൂടിയിട്ട് അപ്പോൾ അങ്ങോട്ട് നടക്കാനുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഡൈനിങ് ഹോളാണെങ്കിലും നല്ല വലിപ്പമാണ്. പിന്നെ അതിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഗ്ലാസ്സിലും പിന്നെ തേക്കിലാണ് കേട്ടോ ഇതിൻ്റെ ഹാൻഡ് റെയിൽ ഇവിടെ ഇത് വരുന്നത്. തേക്കിൻ്റെ ഒറിജിനൽ തേക്കും കൊണ്ട് തന്നെ ചെയ്തെടുത്തതാണ്. പിന്നെ സ്റ്റെപ്പൊക്കെ ആണെങ്കിലും ഗ്രാനൈറ്റാണ് ചെയ്തേക്കണത്. പിന്നെ ഇവിടെ ഈ ജനൽ താഴത്തെ മൊത്തം നമ്മൾ പാനൽ ചെയ്തിരിക്കുന്ന ജനലാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ? അപ്പം മേളിൽ നിൽക്കുമ്പോൾ താഴെ ഇത് കാണാം. അപ്പോൾ ബാൽക്കണിയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്കത് മേളിലേക്ക് കയറാം. അവിടുത്തെ ആ റൂമും കാഴ്ചകളൊക്കെ കാണാം.
മേളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ആദ്യം യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വാർത്തെടുത്തേക്കാണ്, ഷീറ്റ് ഇട്ടേക്കൊന്നുമല്ല. അപ്പോൾ അവിടെ അതേ സൈഡിൽ ഗ്രില്ലിൻ്റെ ഒരു ജനലും ഇതൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റഡി റൂമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു വലിപ്പമുള്ള റൂം തന്നെയാണത്. പിന്നെ അതാ ഇവിടുത്തെ മേളിലത്തെ ആദ്യത്തെ ഒരു ബെഡ്റൂമിലേക്ക് കയറുകയാണ്. ഇത് താഴത്തെ ബെഡ്റൂമിലും കുറച്ചുകൂടി നല്ല വലിപ്പമുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ബാത്റൂമാണ് ഈ വരുന്നത്. ബാത്റൂമൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ സെറയുടെ ഫിറ്റിങ്സ് ആണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇത് ഫ്രണ്ട് വശത്തെ ബെഡ്റൂമാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ ആദ്യം കയറിയതിലും കുറച്ച് ചെറിയ ബെഡ്റൂമാണിത്. ഇതിൻ്റെയും ഒരു സൈഡിൽ സിംഗിൾ വിൻഡോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാം വാർഡ്രോബ് എല്ലായിടത്തും സെയിം തന്നെയാണ് കേട്ടോ. 3 ഡോറ് വരുന്ന വാർഡ്രോബും പിന്നെ ഒരു ചെറിയ ടേബിളും മേക്കപ്പ് ടേബിളും വന്നിട്ടുണ്ട്. പിന്നെ അതേ ബാത്റൂമാണിത്. ഇതൊക്കെ നല്ല കൂടിയ ഇതൊക്കെ വേണം ബാത്റൂമിലും ചെയ്തിരിക്കുന്നത്. ടൈലൊക്കെ ആണെങ്കിലും എല്ലാം അതെ കേട്ടോ. പിന്നെ ഇവിടെ സീലിംഗ് വർക്കാണെങ്കിലും ലൈറ്റുകളാണെങ്കിലും എല്ലാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വീടിൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് വശത്തെ സിറ്റ് ഔട്ട് കേട്ടോ. മേളിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ടേബിളൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള അത്യാവശ്യം ആളുകൾ ഇവിടെ കൊള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണിത് മേളിലത്തെ സിറ്റ് ഔട്ട് വരുന്നത്. അത് ആ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ വാർത്തെടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഈ മോഡൽ വരുന്നത് എലിവേഷൻ വരുന്നത് കുറച്ച് ഭാഗം ഇങ്ങനെ വാർക്കാതെ ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കേണ്ട. പിന്നെ നമ്മളിവിടെ ഈ ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽ ഇങ്ങോട്ട് നീങ്ങി വന്നിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ആ ബെഡ്റൂം തീർത്തും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും ആ പുറത്തേക്കൊക്കെ കാണുന്ന ആ വ്യൂ, പിന്നെ അവിടെ ഫ്രണ്ടിൽ വരുന്ന ആ വഴിക്കുള്ള വ്യൂ, ആ റോഡ് ആളുകൾ വരുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മേളിൽ നിന്നാൽ കാണാം കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ്. ആ സ്ഥലം മൊത്തത്തിൽ കാണാൻ പറ്റും ഇവിടെ. പിന്നെ അങ്ങ് ദൂരെ റോഡ് വണ്ടികൾ വരുന്നതും ഇതെല്ലാം കാണാം. പിന്നെ അതൊക്കെ കഴിഞ്ഞതേ പിന്നെ ഹോളിലേക്ക് വന്നു. അങ്ങനെ ഇതാണ് പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ ഇതൊക്കെ കേട്ടോ. അപ്പോൾ രാത്രി നല്ല ഭംഗിയാണ് ഇവിടെ. ലൈറ്റുകളും എല്ലാം തെളിഞ്ഞു കഴിയുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ? കണ്ടില്ലേ ദേ ഇപ്പോൾ സന്ധ്യക്ക് ദേ ലൈറ്റൊക്കെ തെളിഞ്ഞ് വന്നേക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ ഇതൊക്കെ പോലെയല്ലല്ലോ. ഇപ്പോൾ പണിയുന്ന വീടുകൾക്കൊക്കെ നിറയെ ലൈറ്റുകളാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട. ഇനിയിപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ